ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. നമ്മൾ തൊഴുപാടം ധ്യാന കേന്ദ്രത്തിൽ ഇപ്പം ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊഴുപാടം ധ്യാന കേന്ദ്ര ഈ പ്രദേശം ഇവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ അതിരാവിലെ നല്ല മഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ഓർക്കുന്നത് ഏശയ്യ 55:10 മുതലുള്ള തിരുവചനങ്ങൾ. ആകാശത്ത് നിന്ന് മഴയും മഞ്ഞും വരുന്നു. അത് അങ്ങോട്ട് തിരിച്ചു പോകാതെ നമ്മൾ ആ തിരുവചനം ധ്യാനിക്കാൻ ഏറ്റവും പറ്റിയ മഞ്ഞ് കാണുമ്പോൾ, മഴ കാണുമ്പോൾ നമുക്ക് ആ വചനമാണ് ഓർമ്മ വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യേക കാര്യമാണ് സിസ്റ്റർ പറയുന്നത്. വീണ്ടും ജെറീക്കോ പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. ജോഷുവ അധ്യായം 6 മുഴുവനും ജെറീക്കോ പട്ടണം പിടിച്ചടക്കാനും ആ കോട്ട കണ്ട് അവരെ ആകെ ഇനി എന്ത് ചെയ്യണമെന്ന് ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ദൈവം പറയുന്നൊരു കാര്യങ്ങളാണ് ജെറീക്കോ കോട്ട. വലം വെച്ച് ഞാൻ പറയുന്നത് പോലെ കാഹളം മുഴക്കി പുരോഹിതരെ, നിങ്ങൾക്ക് മുൻപിൽ വാഗ്ദാന പേടകം നിങ്ങൾ കൊണ്ടു നടക്കണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് വാഗ്ദാന പേടകത്തിൽ അഹ്റോൻ്റെ വടി, മന്ന, അങ്ങനെ. പക്ഷേ ഇന്ന് നമുക്ക് വാഗ്ദാന പേടകം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, ഈ ശരീരമാണ്. കാരണം നമ്മൾ അതിരാവിലെ ദിവ്യബലിക്ക് ശേഷം പ്രഭാതത്തിൽ തന്നെ ദിവ്യകാരുണ്യം സ്വീകരിച്ച് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് നടക്കുന്നവരാണ്. ശരിക്കും നമ്മുടെ രണ്ട് വശത്തും പൂക്കളും തിരികളും പിടിക്കേണ്ടതാണ്. അത്രമാത്രം ദിവ്യകാരുണ്യ ശക്തിയോടെ നമ്മൾ നടന്നു പോകാം. ഈ ദിവ്യകാരുണ്യം അതിരാവിലെ സ്വീകരിച്ചതിന് ശേഷം നിങ്ങളുടെ വീട്, നിങ്ങളുടെ ആശ്രമം അല്ലെങ്കിൽ വൈദിക മന്ദിരങ്ങളുടെ ചുറ്റും